ഗുഡ് ആഫ്റ്റർനൂൺ വൺസ് അഗൈൻ. എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് എംപ്ലോയി വേഴ്സസ് എംപ്ലോയർ. ഓക്കെ, സോ ബേസിക്കലി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു കണ്ടന്റ് ചെയ്യാമെന്ന് ഞാൻ കണ്ടന്റിനെ കുറിച്ച് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. സോ ബേസിക്കലി ഓൾമോസ്റ്റ് 26 years ആയിട്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ലൈക്ക് ആഫ്റ്റർ കോളേജ് ഞാൻ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു എന്റർപ്രനർ എന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മെജോറിറ്റി പാർട്ടും ലൈക്ക് 26 yearsൽ ഒരു 22 years ഞാൻ എംപ്ലോയി ആയിരുന്നു. ഓക്കെ, അതിലൊരു 4 years ആണ് ഞാൻ എംപ്ലോയർ എന്നുള്ളൊരു ലെവൽ വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ പേഴ്സണലി എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല. പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട്. ഓക്കെ, ആസ് എൻ എംപ്ലോയർ. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള പെർസ്പെക്റ്റീവ് ഐ ജസ്റ്റ് വാണ്ട് ടു ഷെയർ. സോ അത് എംപ്ലോയി ബാക്കിയുള്ള എല്ലാവരും എംപ്ലോയി ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കും ഈ ഒരു സെഷനിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ, നമുക്കൊരു നല്ല സെഷനായിട്ട് കൊണ്ടുപോകും. ഓക്കെ, സോ അബൌട്ട് മീ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഞാൻ 26 കൊല്ലമായിട്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിലുണ്ട്. ഓക്കെ, സോ എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നാട്ടിൽ തന്നെയാണ്, തൃശ്ശൂർ തന്നെയാണ്. എന്താ പറയുക, നാട്ടിൽ നമ്മൾ പ്ലാൻ വരയ്ക്കുന്ന അല്ലെങ്കിൽ സൈറ്റിൽ പോകുന്ന അങ്ങനത്തെ 2-3 ചെറിയ ചെറിയ ഫേമുകളിലായിട്ട് ഞാൻ വർക്ക് ചെയ്തത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുമ്പോൾ ഞാനും എൻ്റെ മുതലാളി അങ്ങനെ ഒരു 1 employee എന്നുള്ള അവിടെ എല്ലാ പണിയും ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ദെൻ കുറച്ചുകൂടി ഒരു നല്ലൊരു കമ്പനി എന്ന് പറയുന്നത് തൃശ്ശൂർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ശക്തൻ സ്റ്റാൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് പാർക്ക് അപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞ പെൻഡാർക്കിന്റെ ഒരു ഫ്ലാറ്റിൽ അന്നത്തെ കാലത്ത് വലിയൊരു ഡെവലപ്മെന്റ് ആയിരുന്നു. സോ അതിന്റെ ക്ലയന്റ് സൈഡിൽ സൈറ്റ് എഞ്ചിനീയർ ആയിട്ടാണ് കുറച്ചുകൂടി നല്ലൊരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യാൻ എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ ദാറ്റ് ഞാനൊരു 1.5 കൊല്ലത്തോളം LST അതായത് പഞ്ചായത്തിൽ ഇപ്പോഴും ഉണ്ട് ടെമ്പററി ആയിട്ട് ഓവർസിയർ അല്ലെങ്കിൽ ആയിട്ട്. അപ്പോൾ ഒരു ടെക്നിക്കൽ എഞ്ചിനീയർ ഉണ്ടായിരിക്കും, ആ ഒരു പൊസിഷനിലായിരുന്നു ഞാൻ. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കുറെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കായിരുന്നു. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഐ മൂവ് ടു ബഹ്റൈൻ. ഓക്കെ, സോ കുറച്ച് സോഫ്റ്റ്വെയറും കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് അങ്ങനെ അവിടെ സിംഗപ്പൂർ ബേസ്ഡ് കമ്പനിയിൽ മീഡിയ ട്രിഗേഴ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എംപ്ലോയി ആയിട്ട്. അവിടെ ഈ പറഞ്ഞ പോലെ വിഷ്വലൈസർ ആയിരുന്നു. ദെൻ സൈറ്റിൽ പോകണം, അങ്ങനെ ഓൾ തന്നെയായിരുന്നു അവിടെ കാര്യം. ദെൻ ആഫ്റ്റർ ദാറ്റ് ഒരു ഏകദേശം 1 കൊല്ലത്തോളം ഞാൻ നാട്ടിൽ വന്നു. അതിനുശേഷമാണ് ഞാൻ ദുബായ് ബേസ്ഡ് മൾട്ടിപ്ലക്സ് എന്ന കമ്പനിയിൽ ജോയിൻ ചെയ്തത്. ദെൻ ദാറ്റ്സ് മൈ ലോങ് ടേം കരിയർ. ലൈക്ക് ഓൾമോസ്റ്റ് 12 years ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് മൾട്ടിപ്ലക്സിൽ. ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ മൂവ് ടു റോബർട്ട്സ്. ദെൻ അത് എല്ലാവർക്കും അറിയാവുന്ന പോലെ മൾട്ടിപ്ലക്സും റോബർട്ട്സിന്റെ സ്റ്റോറി എല്ലാവർക്കും അറിയാൻ കഴിയുന്നു. ദെൻ റോബർട്ട്സിന്റെ പാർട്ടായുള്ള റോബർട്ട്സ് ഡിസൈൻ സർവീസസിൽ ഞാൻ അഗൈൻ ബാക്ക് ടു ഇന്ത്യ ആസ് എൻ എംപ്ലോയി. ഓക്കെ, അവരുടെ ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് ആയിട്ട് ഞാൻ നാട്ടിൽ വന്നു. ദെൻ പിന്നെ കോവിഡ് വന്നു, അങ്ങനെ പല സിറ്റുവേഷൻസ് ഐ ജസ്റ്റ് വോണ്ട് ടു ടേക്ക് ഓവർ ദ കമ്പനി. സോ അങ്ങനെയാണ് ഒരു എംപ്ലോയർ എന്നുള്ള നിലയിലേക്ക്. ഓക്കെ, സോ ദാറ്റ്സ് മൈ ഹിസ്റ്ററി ഓഫ് എംപ്ലോയി ആൻഡ് എംപ്ലോയർ. സോ ബിഫോർ സ്റ്റാർട്ടിംഗ് ദ സെഷൻ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്. സോ ബേസിക്കലി ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ആസ്പെക്ട് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു കണ്ടന്റാണ്. അപ്പൊ അതില് RDS എന്ന് പറഞ്ഞ കമ്പനിയുടെ പോളിസീസ് അല്ലെങ്കിൽ വർക്ക് ഫ്ലോസ് അല്ലെങ്കിൽ ഇവിടുത്തെ ഡിസിഷൻസ് അതിൽ ചെറിയ കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ചിലപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഡസൻ മാക്ക് അതിലെന്താ പറയാ, അതിലൊരു കാര്യങ്ങളും അതിൽ വ്യക്തികളോ അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാ അതിനെ ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. കീപ് ഇൻ മൈൻഡ് ദാറ്റ്. ഓക്കെ, കാരണം RDS എന്ന് പറയുന്ന കമ്പനിക്ക് തുടക്കത്തിൽ റോബർട്ട്സ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റോബർട്ട് ഡിസൈൻ സർവീസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആ മാനേജ്മെന്റ് ഉണ്ടാക്കിയുള്ള കുറെ വർക്ക് ഫ്ലോസ് പ്രൊസീജിയേഴ്സ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സോ അത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ റോൾസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ കുറച്ചും കൂടി ഉത്തരവാദിത്വം കൂടി വന്നു ലാസ്റ്റ് 4 years. ഓക്കെ, സോ കീപ് ഇൻ മൈൻഡ് ദാറ്റ്. ഓക്കെ, സോ ചൈൽഡ്ഹുഡിൽ നമ്മൾ ജോലിയെ കുറിച്ചുള്ള പല ധാരണകളും ഉണ്ടായിരിക്കും. അപ്പൊ എന്റെ കാലഘട്ടത്തിൽ ഞാൻ 80s ജനിച്ച് അല്ലെങ്കിൽ 90s സിനിമകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ വരുന്നത്. അപ്പൊ നമ്മൾ അന്ന് കാണുന്ന സിനിമകളിലെല്ലാം ഇങ്ങനെയുള്ള ഡയലോഗാണ്, ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ. അപ്പൊ നമ്മൾ പഠിക്കുന്ന കാലത്തിൽ ജോലി കിട്ടി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുക. അപ്പൊ അതാണ് കുറച്ചുകൂടി നല്ല കാലഘട്ടം എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ അന്നെല്ലാം ജീവിച്ചു പോകുന്നത്. ഓക്കെ, പിന്നെ പഞ്ചാബി ഹൗസിലാണെന്നുള്ളത് അപ്പൊ പറയും തീരുമ്പോ പണി തരാൻ കുപ്പിന്ന് വന്ന ബോധമാണോ ഹരിശ്ലേഷന്റെ ഡയലോഗ്. ഓക്കെ, അപ്പൊ കാലഘട്ടത്തിൽ അങ്ങനെയാണ് നമ്മൾ ജോലിയെ കുറിച്ചുള്ള കുറെ പെർസ്പെക്റ്റീവ്സ്.
ഓക്കെ. സോ മൂവിങ് ഓൺ. ഇപ്പൊ റീസെന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമുക്കറിയാം നാരായണമൂർത്തി ഓക്കെ ഇൻഫോസിസിലെ സ്ഥാപകനാണ്, അല്ലെങ്കിൽ ഈസ് വൺ ഓഫ് ദ റെപ്യൂട്ടഡ് ബിസിനസ്മാൻ ആൻഡ് LNTയുടെ ചെയർമാൻ. അവരൊക്കെ പറയുന്നത് ഇന്ത്യ ഇസ് എ ഡെവലപ്പിംഗ് കൺട്രി. സോ നമ്മൾ 72 hours അല്ലെങ്കിൽ 90 hours ഫുൾ വർക്ക് ചെയ്യണം, വേറെ പേഴ്സണൽ ലൈഫ് ഒന്നും വേണ്ടെന്നാണ് അവർ പറയുന്നത്. സോ അതാണ് മോഡേൺ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു നമ്മുടെ ഇൻഡസ്ട്രിയെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് കമ്പനികളിലെ മേധാവികൾ പറയുന്നത്. സോ സ്റ്റിൽ ഈസ് എ ഡിബേറ്റബിൾ ടോപ്പിക്. സോ അഗൈൻ വാട്ട് ഈസ് എംപ്ലോയി ആൻഡ് എംപ്ലോയർ പെർസ്പെക്റ്റീവ് എന്ന് നമുക്ക് ഞാൻ അഗൈൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ ഷെയർ ചെയ്യാം. So I just made a color. Over the left side blue color എപ്പോഴും എംപ്ലോയി എന്നുള്ളതായിരിക്കും. Then റൈറ്റ് സൈഡിൽ യെല്ലോ കളർ എംപ്ലോയി പെർസ്പെക്റ്റീവ്. ഓക്കെ. സോ ഒരു എംപ്ലോയി എപ്പോഴും വിചാരിക്കുന്നത് ഓഫ് കോഴ്സ് നമ്മളൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ജോബ് സെക്യൂരിറ്റി വേണം. ഓക്കെ. ദെൻ എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കണം, ഇൻക്ലൂഡിങ് ദാറ്റ് ഇപ്പോൾ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ബേസിക്കലി നമ്മളൊരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ആ സ്ഥാപനം നമ്മൾ ടേക്ക് കെയർ ചെയ്യണം, അവിടെ നല്ല ശമ്പളം കിട്ടണം, നമുക്ക് ലോയൽറ്റി ഉണ്ടായിരിക്കണം. അങ്ങനെ ആയിരിക്കും ഒരു എംപ്ലോയി എപ്പോഴും വിചാരിക്കുന്നത്. ഓക്കെ. സോ നേരെ മറിച്ച് ഒരു എംപ്ലോയർ എന്നാണെന്നുണ്ടെങ്കിൽ ഒരു എംപ്ലോയിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ആ എംപ്ലോയിന് പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരിക്കണം. എന്നാലേ അയാൾക്ക് ഒരാളെ അപ്പോയിന്റ് ചെയ്താൽ അയാളുടെ നിന്ന് ബിസിനസ് ചെയ്യുമ്പോൾ അയാളുടെ പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, എന്നാലേ അയാൾക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടായിരിക്കും. ഓക്കെ. ദെൻ അതിന്റെ പാർട്ടായിട്ട് എംപ്ലോയി പെർഫോം എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു വർക്ക് ഫ്ലോ അല്ലെങ്കിൽ അങ്ങനത്തെ പോളിസീസ് ആയിരിക്കും എപ്പോഴും ഒരു എംപ്ലോയി സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ അഗൈൻ എംപ്ലോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കമ്പനി ചോദിച്ചു വർക്ക് ലൈഫ് ബാലൻസ്. ഓക്കെ. സോ നമ്മൾ വർക്ക് ചെയ്യണം, സെയിം ടൈം നമ്മുടെ പേഴ്സണൽ ലൈഫും മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതില് അപ്പോൾ ഒരു ലിമിറ്റഡ് ടൈമിലേക്ക് 8 hours 9 hours എല്ലാം അതോറിറ്റീസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിൽ 1-2 hours ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ബാലൻസ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വർക്കിൽ ഇൻവോൾവ് ചെയ്യാൻ നമ്മൾ ആരും താല്പര്യപ്പെടില്ല. ഓക്കെ. അതാണ് ഒരു എംപ്ലോയി പെർസ്പെക്റ്റീവ്. ദെൻ എംപ്ലോയർ പെർസ്പെക്റ്റീവ്സ് ആണെന്നുണ്ടെങ്കിൽ അഗൈൻ ബിസിനസ് ആണ്, പ്രോഫിറ്റബിൾ ആയിരിക്കണം. എന്താ പറയാ, അത് ലോങ് ടേം, അതായത് ലാഭം കിട്ടി കഴിഞ്ഞാൽ ലോങ് ടേം കമ്പനി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രോഫിറ്റ്സ് എങ്ങനെയൊക്കെ ക്യാഷ് ഫ്ലോ ഉണ്ടായിരിക്കണം, ആ രീതിയിലായിരിക്കും അയാൾ ആ പോളിസീസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അഗൈൻ എംപ്ലോയി അയാൾ നോക്കുമ്പോൾ വെച്ചാൽ അയാളുടെ കരിയർ ഡെവലപ്മെന്റ്, അതായത് അയാൾ അവിടെ നിന്ന് കാര്യങ്ങൾ പഠിക്കാനുള്ളത്, അതായത് ജസ്റ്റ് പോയി പറയുന്ന കാര്യങ്ങൾ പഠിക്കാന്നുള്ളതല്ല, അയാളുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, അതായത് അടുത്തൊരു ലെവലിലേക്ക് പോകാനുള്ള സ്കിൽ ഡെവലപ്മെന്റ് അയാൾക്ക് അവിടെ ആ ഫേമിൽ ഉണ്ടായിരിക്കണം. എന്നാലേ അയാൾ ലോങ് ടൈമിൽ അവിടെ നിൽക്കാൻ അയാൾ താല്പര്യപ്പെടുന്നുള്ളൂ. ദെൻ അതും കമ്പനി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അയാൾ കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് അവിടെ കുറച്ചാൾ നിൽക്കും. ഓക്കെ. ദെൻ എക്സ്പീരിയൻസ് ഓഫ് കോഴ്സ് പാർട്ട് ഓഫ് ദാറ്റ്, അതായത് അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങൾ പഠിച്ചുള്ള എക്സ്പീരിയൻസ് അയാൾക്ക് ഒരു ബർത്തായിരിക്കണം ലോങ് ടേം. ദെൻ എംപ്ലോയറുടെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ കറക്റ്റ് ആയിട്ടുള്ള, അതായത് അയാളുടെ ബിസിനസ് സൊല്യൂഷന് പറ്റിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ടാലന്റ് ആയിരിക്കണം എംപ്ലോയി. അല്ലെങ്കിൽ അപ്പൊ അത് ചിലപ്പോൾ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 hour മാക്സിമം 2 hours ഒരു ഇന്റർവ്യൂ കൂടെ ചിലപ്പോൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അവർ ഇയർലി റിവ്യൂ അല്ലെങ്കിൽ 6 month റിവ്യൂ, പ്രൊബേഷൻ പീരീഡ്, അങ്ങനെയുള്ള പല കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും ആ എംപ്ലോയിനെ അവിടെ നിർത്താൻ വേണ്ടി നോക്കുന്നുള്ളൂ. അപ്പൊ അതിനുള്ള പല കാര്യങ്ങളും എംപ്ലോയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. കാരണം ഒരു എംപ്ലോയിനെ അവിടെ റിട്ടേൺ ചെയ്യണമെങ്കിൽ അഗൈൻ ദാറ്റ്സ് പാർട്ട് ഓഫ് അയാളുടെ സ്പെൻഡിങ് മണി. ഓക്കെ. സോ ആ എംപ്ലോയി നല്ലതാണെന്ന് അയാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, സോ ഹി വാണ്ട് ടു ബി റിട്ടേൺ. എന്നാൽ ലോങ് ടേമിൽ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാലാണ്, അല്ലെങ്കിൽ വീണ്ടും ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് എന്താ പറയാ, ഈ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ്, അത് ഇറ്റ് വിൽ ബി കോസ്റ്റ്ലി. കാരണം അതിൽ HR അങ്ങനെ പലതരത്തിലുള്ള കോസ്റ്റ് ഇൻവോൾവ് ചെയ്യാനൊക്കെ ആസ് എ ക്യാഷ് ഫ്ലോ പ്രോസസ്. അപ്പൊ അത് അയാൾക്ക് കുറച്ച് ഒരു എംപ്ലോയർ റിട്ടേൺ ചെയ്യുന്നത് തന്നെയാണ് ഒരു എംപ്ലോയർക്ക് എപ്പോഴും നല്ലത്. സോ അതിനുവേണ്ടി അയാൾ മാക്സിമം ആ എംപ്ലോയറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ അയാളുടെ ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതാണ് എംപ്ലോയർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ അഗൈൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എംപ്ലോയി എപ്പോഴും എന്താ പറയാ ബോണസ്, ഇൻസെന്റീവ്സ് അത് എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ. ദെൻ ഏതൊരു എംപ്ലോയി പോലെ തന്നെ. സോ അഗൈൻ എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ എംപ്ലോയി റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാന്നുള്ളതായിരിക്കും അയാൾ ചെയ്യുന്നുണ്ടാവുക. അഗൈൻ എംപ്ലോയറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു എംപ്ലോയിനെ റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതോറിറ്റിയുടെ കംപ്ലൈൻസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും അയാൾക്ക്
അതിനെ എന്താ പറയാ കംപ്ലൈ ചെയ്യേണ്ടി വരും. ദെൻ എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഒരു പോസിറ്റീവ് വർക്ക് കൾച്ചറിലേക്ക് ഈ പറഞ്ഞ നേരത്തെ പോലെയുള്ള അയാളുടെ സ്കിൽ ഡെവലപ്മെന്റ് അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും അവിടെ നിൽക്കാനുള്ള ഒരു തീരുമാനം എടുക്കുക എന്നാണ് വിചാരിക്കുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എംപ്ലോയർ എപ്പോഴും ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അയാളത്തിനാണ് ഇൻവെസ്റ്റ് ചെയ്ത് അത് റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ മന്ത്ലി അയാൾക്ക് സാലറി കൊടുക്കാനുള്ള പൈസ എപ്പോഴും ബിസിനസ് ചെയ്യുന്നുണ്ടായിരിക്കണം. അതിനുള്ള കാര്യങ്ങളുടെ അനുസരിച്ചിട്ടായിരിക്കും ഒരു എംപ്ലോയിനെ അവിടെ കീപ്പ് ചെയ്യാം. ഓക്കെ, സോ എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വർക്ക് ലൈഫ് ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറച്ചും കൂടി ആൾക്കാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് മാത്രമല്ല നോക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ സ്കിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അയാളുടെ നെക്സ്റ്റ് ലെവൽ ഡെവലപ്മെന്റ് എന്തൊക്കെ ഈ കമ്പനിയിൽ കിട്ടും എന്നുള്ള കാര്യങ്ങൾ കൂടിയിട്ടാണ് ആൾക്കാർ ഒരു കമ്പനിയിൽ നിൽക്കുന്നത്. ഓക്കെ, സോ എസ്പെഷ്യലി ഇപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ ഇപ്പോൾ എൻ്റെ ഒരു തലമുറയിലാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം കുറച്ചും കൂടി ഒരു എന്താ പറയാ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ വീട്ടിൽ ഫിനാൻഷ്യൽ ഇത് കുറച്ചും കൂടി കുറവായിരുന്നു. പക്ഷേ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ വീട്ടിൽ കുറച്ചും കൂടി കേരളത്തിലൊരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫിനാൻഷ്യലി അപ്പാണ്, അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട് ടേക്കിംഗ് എ ഡിസിഷൻ. അപ്പോൾ ആൾക്കാർ പൊതുവെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ നിൽക്കാനുള്ള അല്ലെങ്കിൽ മാക്സിമം 1 or 2 year ആണ് ഒരു എംപ്ലോയീസിനെ ഒരു കമ്പനിയിൽ നിൽക്കുന്നുള്ളൂ ഇവിടുത്തെ ഒരു സർവേ പ്രകാരം. ഓക്കെ, അത് കഴിഞ്ഞാൽ കാരണം അവർക്ക് റിസ്ക് എടുക്കാനുള്ള പെർസെന്റേജ് ഓഫ് റിസ്ക് എടുക്കാനുള്ളത് റിസ്ക് എടുക്കാൻ കുഴപ്പമില്ല, കാരണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ അവരെ അവിടെ ഹുക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. സോ എൻ്റെ ഒരു തലമുറയിൽ അങ്ങനെയല്ല, അവർക്ക് കുറച്ചുകൂടി ചിലപ്പോൾ ലോൺ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അവിടെ കുറച്ചുകൂടി ആൾക്കാർ അവിടെ കുറച്ച് 3 to 5 years അവിടെ ഒരു കമ്പനിയിൽ നിന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊച്ചിയിൽ പല കമ്പനികളുണ്ട്, പേര് പറയുന്നില്ല, 15-20 കൊല്ലമായിട്ട് ഇപ്പോഴും അവിടെ നിൽക്കുന്ന എംപ്ലോയീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് മെനി റീസൺസ് ബട്ട് ഇൻക്ലൂഡിങ് ദിസ്. അപ്പോൾ ഫിനാൻഷ്യലി ഒരു കൺട്രി ഡെവലപ്പ് ആവുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതിനെ അഫക്ട് ചെയ്തുകൊണ്ടിരിക്കും. So one question, sorry, എംപ്ലോയിയുടെ പെർസ്പെക്റ്റീവിൽ എപ്പോഴും ചോദ്യം ഉണ്ടായിരിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഫിനാൻഷ്യലി മാത്രമാണോ അത് മൂവിങ് ഓൺ അത് എൻ്റെ കരിയറിന് എന്തെങ്കിലും വാല്യൂ തരുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. ദെൻ എംപ്ലോയിയുടെ പെർസ്പെക്റ്റീവിൽ ഈ എസ്പെഷ്യലി ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയാ മാർക്കറ്റ് അത്രയധികം ആൾക്കാർ കോമ്പറ്റീവ് മാർക്കറ്റാണ്. അപ്പോൾ കാരണം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇൻഡസ്ട്രി തന്നെയാണെന്നുണ്ടെങ്കിൽ ബിം ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ ഒരു 50 ഒരു 2 കൊല്ലം 30 കമ്പനികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 60+ കമ്പനീസ് ഉണ്ട് കൊച്ചി തൃശ്ശൂർ മാത്രമായിട്ട്. അപ്പോൾ അത്രയും കോമ്പറ്റീവ് മാർക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത്രയും ടാലന്റിനെ അല്ലെങ്കിൽ സ്റ്റാഫിനെ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു എന്താ പറയാ അറ്റ്ലീസ്റ്റ് 2 years എങ്കിലും കീപ്പ് ചെയ്യാനുള്ള ഒരു ചലഞ്ചിങ് സിറ്റുവേഷനാണ് അവരും പോകുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ചലഞ്ചസ്. ഓക്കെ, സോ റിഗാർഡിംഗ് റിമോട്ട് വർക്ക്, അപ്പോൾ എംപ്ലോയീസ് പൊതുവെ വിചാരിക്കുന്നത് കാരണം അവർ വീട്ടിൽ കാലത്ത് എപ്പോൾ വേണമെങ്കിലും ഫ്ലെക്സിബിൾ വർക്കിംഗ് ടൈം ആണ്, അപ്പോൾ പ്രൊഡക്ടിവിറ്റി ഹയർ ആണ്, ദെൻ യാത്ര ചെയ്യേണ്ട, അപ്പോൾ ആ സമയം കൂടി വർക്ക് ചെയ്യാൻ പറ്റും, അപ്പോൾ അത് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് പൊതുവെ എംപ്ലോയീസ് വിചാരിക്കുന്നത്. എംപ്ലോയർ പെർസ്പെക്റ്റീവില് ഓക്കെ, സോ ഡിഫറെന്റ് കമ്പനീസ് ഡിഫറെന്റ് ബിസിനസ്, അപ്പോൾ അതിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കാം. ബട്ട് മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ഈവൻ ബിഗ് കമ്പനീസ് എല്ലാവരും ഇപ്പോൾ ആൾക്കാർ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈവൻ കോവിഡ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വർക്ക് ഫ്രം ഹോം എല്ലാവരും മെജോറിറ്റി കമ്പനികളെല്ലാം നിർത്തി അവർ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യണം എന്നുള്ള കമ്പൽസറി നോട്ടീസ് എല്ലാ എംപ്ലോയീസിനും പ്രൊവൈഡ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ സോ ബേസ്ഡ് ഓൺ ദാറ്റ് കൊളാബറേഷൻ അല്ലെങ്കിൽ അതായത് തമ്മിൽ സംസാരിക്കില്ല അല്ലെങ്കിൽ ആ പ്രൊഡക്ടിവിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണെന്നാണ് എംപ്ലോയീസ് വിചാരിക്കുന്നത് അവരുടെ റിസർച്ചിൽ. ഓക്കെ, അപ്പോൾ വർക്ക് ഫ്രം ഹോം എന്നുള്ള ഓപ്ഷൻ പൊതുവെ എംപ്ലോയീസിന് ഇസ് നോട്ട് ആക്സെപ്റ്റബിൾ എന്നുള്ളൊരു ഇതിലാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബട്ട് സ്റ്റിൽ സം കമ്പനീസ് അവർ വിചാരിക്കുന്നത് ഓഫീസ് കോസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക ബാക്കിയുള്ള എക്സ്പെൻസ് എല്ലാം നോക്കുമ്പോൾ അത് പ്രൊഡക്ടിവിറ്റി കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ലോങ് ടേമിൽ ഇസ് എന്താ പറയുക അത് കൂടുതൽ ഗുണത്തെക്കാളേറെ ദോഷമാണെന്നാണ് എംപ്ലോയർ വിചാരിക്കുന്നത്. ദെൻ റിഗാർഡിംഗ് ദ ഫീഡ്ബാക്ക്, അപ്പോൾ ഫീഡ്ബാക്കിനെ കുറിച്ചിട്ട് എംപ്ലോയീസ് എപ്പോഴും വിചാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി ലൈക്ക് മോർ എന്താ പറയാ അതിനൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി നന്നാവണം അങ്ങനെയുള്ള രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് എപ്പോഴും എല്ലാ എംപ്ലോയീസും എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഒരു ഇറ്റ്സ് നോട്ട്
എന്താ പറയാ, നിങ്ങൾ തീരെ വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇതെല്ലാം എക്സ്പെക്ട് ചെയ്യുന്ന അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അഗൈൻ അവൻ നെഗറ്റീവ് ആയിട്ട് അത് കൺസിഡർ ചെയ്യുന്നതിന്റെ അവർ പ്രൊഡക്ടിവിറ്റി കുറയും. കാരണം അവർ എന്താ പറയാ, അവരുടെ ആ മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ചെയ്ത് എന്താ പറയാ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ ആ പ്രൊഡക്ടിവിറ്റി വരുള്ളൂ എന്നുള്ളൊരു ഇതിലാണ് ഇപ്പോഴത്തെ ജനറേഷൻ. ദെൻ എംപ്ലോയർ വിചാരിക്കുന്നതല്ല അവരുടെ പെർസ്പെക്റ്റീവില് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് റൈറ്റ് ആയിരിക്കണം. ലൈക്ക് അയാൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വർക്ക് ചെയ്യില്ല എന്ന് പറയണം, ഓക്കെ വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യണം എന്ന് പറയണം. സോ ദാറ്റ്സ് ദ വേ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിറ്റുവേഷനിലാണ് എംപ്ലോയർ എപ്പോഴും ഫീഡ്ബാക്ക് സെഷൻ എപ്പോഴും കൊണ്ടുപോകണം വിചാരിക്കുന്നത്. എംപ്ലോയി പെർസ്പെക്റ്റീവില് ലോയൽറ്റി, ഓക്കെ അയാളെപ്പോഴും ഒരു എന്താ പറയാ, എനിക്ക് എപ്പോഴും ഡിമാൻഡ് ഉണ്ട് അല്ലെങ്കിൽ ഐ ആം ഫ്രീ ബേർഡ് എന്നുള്ളൊരു സിറ്റുവേഷൻ എന്നുള്ളൊരു ചിന്താഗതിയാണ്. ദെൻ എംപ്ലോയർ പെർസ്പെക്റ്റീവില് നമ്മൾ അയാൾക്ക് എന്തൊക്കെ നമ്മൾ സ്കില്ല് കൊടുക്കുന്നു, സോ ദാറ്റ് പാർട്ട് ഓഫ് അവർ ഇൻവെസ്റ്റിംഗ് മണി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഒരു എംപ്ലോയറുടെ പെർസ്പെക്റ്റീവ്. ഓക്കെ അപ്പൊ അയാൾ പോകുമ്പോൾ അയാൾക്ക് ഐ മീൻസ് അവിടെ നിന്ന് ലീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ ഹി വിൽ തിങ്ക് ദാറ്റ് സോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഇത്രയും ആണ് അവിടെ നിന്ന് കിട്ടിയുള്ളൂ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു കാൽക്കുലേഷൻ ആയിരിക്കും എപ്പോഴും ഒരു എംപ്ലോയർ ചിന്തിക്കുക. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഐ ആം നോട്ട് എക്സ്പ്ലെയിൻ. ഓക്കെ സോ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് അഗൈൻ എംപ്ലോയർ ഓൾവേസ് തിങ്കിങ് അബൌട്ട് ദ ടേൺ ഓവർ അല്ലെങ്കിൽ സ്കിൽ ഗ്യാപ്സ് അല്ലെങ്കിൽ അതിന്റെ എംപ്ലോയിനെ എൻഗേജ്മെന്റ് ചെയ്യാൻ എന്തൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അഗൈൻ എംപ്ലോയി വിചാരിക്കുന്നത്. സോ വർക്ക് ലൈഫ് ബാലൻസ്, എന്താ പറയാ, കരിയറിന് അഡ്വാൻസ്മെന്റ് ഉണ്ടായിരിക്കണം, പിന്നെ നല്ല വർക്ക് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ആണ്, ടോക്സിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ ദേ വാണ്ട് ബി എപ്പോഴും ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതായിരിക്കും എംപ്ലോയിയുടെ പെർസ്പെക്റ്റീവ്. സോ ഇൻ സമ്മറി, ഓക്കെ സോ ഒരു ഫേം അല്ലെങ്കിൽ ഒരു കമ്പനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു എംപ്ലോയർ ഉണ്ടായാലും എംപ്ലോയി ഉണ്ടാവും. ഓക്കെ എംപ്ലോയർ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എംപ്ലോയീസ് ഉണ്ടായാൽ പറ്റും. സോ രണ്ടും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഫേം അല്ലെങ്കിൽ ആ ഒരു സംവിധാനം മുന്നോട്ട് പോകുന്നു. ഓക്കെ അപ്പോൾ അത് രണ്ടുപേരും കൂടി കോമൺ ഗ്രൗണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ബോത്ത് എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് വാണ്ട് ടു ബിസിനസ് സക്സീഡ് ആയി കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ പോകും. ഓക്കെ അപ്പോൾ എംപ്ലോയേഴ്സിന് ഗ്രോത്ത് ഉണ്ടാവണം, എംപ്ലോയീസിനും ഗ്രോത്ത് ഉണ്ടാവണം. ഓക്കെ സോ ഇപ്പൊ അങ്ങനെ ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ജോബ് സെക്യൂരിറ്റി വർക്ക് ലൈഫ് ബാലൻസും എല്ലാം സംഭവിക്കുന്നു. ഓക്കെ അപ്പോ അതിന് വേണ്ടി വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ സംഭവങ്ങൾ ഈ ഫ്രിക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സോ there will be clear communication. ഓക്കെ സോ എനി മിസ്അണ്ടർസ്റ്റാൻഡിങ് ലൈക്ക് ഇപ്പോൾ എനിക്ക് വർക്ക് ലൈഫ് ബാലൻസ് കിട്ടുന്നില്ലെങ്കിൽ പിന്നീട് കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർ ചാനൽ ലൈക്ക് അവിടുത്തെ HR ആയിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയി റെപ്രസെന്റേറ്റീവ് ആയിട്ട് നമ്മൾ പിന്നീട് കമ്മ്യൂണിക്കേറ്റ്. ഓക്കെ ദെൻ വി നീഡ് ടു റിസോൾവ് ഇറ്റ്, ദെൻ ഗോ ഫർദർ. ദെൻ ഷെയർഡ് ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫേമിന്റെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, എന്താണ് അവർക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു സെർട്ടൻ കാലയളവിൽ ഐ മീൻ ടൈം പീരീഡിൽ ഇതാണ് ആ കമ്പനി ഇതാണ് ടേൺ ഓവർ അല്ലെങ്കിൽ ഇതാണ് സെയിൽസ് അച്ചീവ് ചെയ്യേണ്ടത്. സോ ഓൾ ദ എംപ്ലോയി ആൻഡ് എംപ്ലോയർ ഒരുമിച്ച് നിന്ന് അതിനെ അച്ചീവ് ചെയ്യാൻ നിന്നാൽ എങ്ങനെ അത് മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ഒരാൾ ആ ഒരു ടീമായിട്ട് മുന്നോട്ട് പോകാൻ ഒരാൾ ഒന്ന് ബാക്കിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ ദെൻ the last one, the most important, trust and respect. So employer എപ്പോഴും ഒരു റെസ്പെക്ട്ഫുൾ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏതൊരു ഫേം സക്സസ് ആവുന്നുള്ളൂ. ഓക്കെ അല്ലെങ്കിൽ രണ്ടുപേരും അല്ലെങ്കിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ട്രസ്റ്റ് ഇല്ലെങ്കിൽ ഓക്കെ അപ്പോൾ അവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ട്രസ്റ്റ് ആണ് എല്ലാത്തിന്റെയും ബേസ്. ഓക്കെ ആ ട്രസ്റ്റിന്റെ ബേസിലാണ് എംപ്ലോയറെ ട്രസ്റ്റ് ചെയ്യുന്നു, തിരിച്ചും ട്രസ്റ്റ് ചെയ്യുന്നു, ദെൻ ക്ലയന്റിനെ ട്രസ്റ്റ് ചെയ്യുന്നു, ക്ലയന്റ് ഈ ഫേമിനെ ട്രസ്റ്റ് ചെയ്യുന്നു. ആ ട്രസ്റ്റ് എവിടെയെങ്കിലും ഒരു ചെറിയൊരു വിള്ളൽ വീണ് കഴിഞ്ഞാൽ that will block everything. So adding to that, the employer ആ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്ന എംപ്ലോയീസിന് വേണ്ടിയിട്ട് എംപ്ലോയീസ് അത് ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ സോ ആ ടൂൾ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുന്നു, then that will be the success goal. Then എന്താ പറയാ, എംപ്ലോയീസ് എപ്പോഴും ഒരു നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പൊ അത് ജസ്റ്റ് ഒരു പണിയെടുക്കുന്ന ആൾക്കാർ മാത്രമല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് എംപ്ലോയർക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്താ പറയുക പണ്ട് കാലങ്ങളിൽ അടിമപ്പണി പോലെ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ അത് ദിസ് വിൽ ഓൾ വർക്ക്. ഓക്കെ അപ്പോൾ എല്ലാവരും മനുഷ്യന്മാരാണ്, അവരുടെ എല്ലാ കൺസിഡറേഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ദാറ്റ് വിൽ ഗോ ഫോർ സക്സസ്. സോറി
Then, adding to that ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷാർജ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ 4 day വർക്ക് എന്ന് പറഞ്ഞൊരു കൾച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേറെ പല റീസൺസ് കൊണ്ടാണ്. ലൈക്ക് ഇപ്പോൾ ദുബായിലാണെന്നുണ്ടെങ്കിൽ ആദ്യം ഫ്രൈഡേ ആയിരുന്നു ഹോളിഡേ, ദെൻ അതേ മൂവ് ടു സൺഡേ. ഓക്കെ, അതിന് വീക്കെൻഡിൽ സാറ്റർഡേ സൺഡേ ഹോളിഡേ ആണ്. അപ്പോൾ അവർക്ക് അവരുടെ റിലീജിയൻസ് ഇത് പ്രകാരം പള്ളിയിൽ പോകേണ്ട കാരണം ഷാർജയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 day വർക്ക് ആയി. എനിക്കാണ് ഫ്രൈഡേ ഹാഫ് ഡേ ഉള്ളൂ, ബാക്കി വർക്കുമ്പോൾ ഇൻ കേസ് എമർജൻസി അങ്ങനെ കണ്ടീഷൻസ് വെച്ചിട്ടാണ് അവർ 4 days ഉണ്ട്. ഈവൻ നമ്മുടെ ഈ ക്യാമ്പസിലും 1-2 കമ്പനികൾ 4 day വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഐ മീൻ ഈ കമ്പനികളുടെ അല്ല, പൊതുവെ ഈ ഇങ്ങനെ വർക്കിംഗ് ടൈം കുറച്ചിട്ട് അത് എങ്ങനെ സക്സസ് ആവുന്നുള്ള കുറെ കമ്പനികൾ റിസർച്ച് ചെയ്തപ്പോൾ ഇൻ ടേംസ് ഓഫ് എംപ്ലോയി അവർ വിചാരിക്കുന്നത് ബെറ്റർ മെന്റൽ ഹെൽത്ത്, പിന്നെ അത് കുറഞ്ഞ സമയത്ത് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്നതെന്നാണ് എംപ്ലോയി വിചാരിക്കുന്നത്. എംപ്ലോയർ വിചാരിക്കുന്നത് കാരണം 5 ദിവസം വർക്ക് ചെയ്യുമ്പോൾ അവരുടെ എക്സ്പെൻസ് കുറയാണ് 4 ദിവസത്തേക്ക്, ഐ മീൻ ഓഫീസ് എക്സ്പെൻസ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. സോ എഗെയിൻ അത് ടാലന്റ്. ഇപ്പോൾ നമ്മളെല്ലാവരും 5 ദിവസം വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ പോകും, 4 ദിവസം വർക്ക് ചെയ്യുന്ന 4 ദിവസം. അപ്പൊ അത് കൂടുതൽ ആൾക്കാർ ആ കമ്പനിയിലേക്ക് വരും. അങ്ങനെയാണ് റിസർച്ച് പറയുന്നത്. സോ അഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും എംപ്ലോയീസിനോട് എംപ്ലോയർ ചോദിച്ചുകൊണ്ടിരിക്കുക എന്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ തടസ്സങ്ങളുണ്ടോ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ എംപ്ലോയി തിരിച്ചും എംപ്ലോയറോട് ചോദിക്കേണ്ടത് ഇപ്പൊ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും നന്നായിട്ട് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ആ കമ്പനിയുടെ വിഷൻ അനുസരിച്ചിട്ട് ചെയ്യാമെന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആ ആറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗോ സ്മൂത്ത്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ, ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും എംപ്ലോയീസും എംപ്ലോയറും എല്ലാവരും കൂടി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒരാളെങ്കിലും ഫെയിൽ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ലോ ആയിരിക്കും, അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ആവും. ഓക്കെ, എവരി വൺ ഗോസ് നന്നായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഗോൾ വിൽ അച്ചീവ്. ഓക്കെ, സോ ഈ പറഞ്ഞതെല്ലാം സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് വേണം ഒരു കമ്പനിയിൽ. റെസ്പെക്ട്ഫുൾ, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, ഫെയർ ആയിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കണം. ഓക്കെ, കരിയർ ഡെവലപ്മെന്റിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കണം. ഇൻക്ലൂസീവ് അല്ലെങ്കിൽ എല്ലാവരും ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് ഒരു നല്ല കമ്പനി മുന്നോട്ട് പോകുന്നത്. ദെൻ അഡീഷണലി എംപ്ലോയി പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ടാസ്ക് ചെയ്യുമ്പോഴും ഈവൺ എംപ്ലോയർ ആണെന്നല്ലോ അതിനൊരു ഓണർഷിപ്പ് ഉണ്ടായിരിക്കണം, അതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിനൊരു ഓണർഷിപ്പ് ആണ്. നമ്മൾ ചെയ്ത് തീർക്കും അല്ലെങ്കിൽ അത് പകുതിക്ക് വെച്ചിട്ട് പോവുക, അല്ലെങ്കിൽ ഷുഡ് ബി എൻ ഓണർഷിപ്പ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ പല ചെയ്യുമ്പോഴും കണ്ടില്ല, ഇപ്പോൾ നമ്മുടെ എന്താ പറയാ ഓവർ പിടിച്ചും കാര്യമെല്ലാം പഴയതാണ്. അപ്പൊ അവരുടെ അക്കൗണ്ടബിലിറ്റി ഇല്ല അവിടെ. അപ്പൊ ആരും ചോദിക്കാനില്ല, അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാലും ഈവൻ കോടതി ഇടപെട്ടിട്ടും ഇപ്പോഴും ഡിലേ അങ്ങനെ പോവാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അത് എല്ലാവരും എഫക്ട് ചെയ്യും. ഓക്കെ, സോ ദിസ് ഷുഡ് ബി എൻ അക്കൗണ്ടബിലിറ്റി and ownership. Okay, then communication again. എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും that should be communicate either, and then that should be in a respectful way communication. Okay, and then maintain positive attitude. Okay, then contribute ideas for improvement. ഓക്കെ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് വൺ. കാരണം ഒരു കമ്പനിയിൽ എപ്പോഴും ഒരു നമ്മൾ വയ്ക്കുവാണെങ്കിൽ കുറെ ആൾക്കാർ പറയും ടോപ്പ് ഡൗൺ മാനേജ്മെന്റ്, അതായത് നമ്മൾ മുകളിൽ നിന്നുള്ള ആൾക്കാരുടെ ഐഡിയ പറയും, അതിനനുസരിച്ച് എല്ലാവരും പോയി വർക്ക് ചെയ്യുക. അങ്ങനെ ഒരു മാനേജ്മെന്റ് സിസ്റ്റം എപ്പോഴും ഫെയിൽ ആവാനാണ് ചാൻസ്. കാരണം എല്ലാ പുതിയത് വരുന്ന ചിലപ്പോൾ ഇന്ന് വന്നുള്ള യങ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ചിലപ്പോൾ ആ കമ്പനിയുടെ മൊത്തം മാറ്റിമറിക്കാനുള്ള ഐഡിയ ചിലപ്പോൾ അയാളുണ്ടായിരിക്കും. സോ എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ബെറ്റർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഐഡിയ പലരുടെയും ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഷെയർ ചെയ്യുക. ആ ഐഡിയാസിനെ എംപ്ലോയർ ഷുഡ് ബി കൺസിഡർ. ദാറ്റ്സ് വേ ദേ നീഡ് ടു മൂവ് ഫോർവേഡ്. Then of course എല്ലാവരും ഈവൻ എംപ്ലോയി ആൻഡ് എംപ്ലോയർ ഷുഡ് ബി എ ടീം പ്ലെയർ. എംപ്ലോയറും ടീം പ്ലെയർ ആയിരിക്കണം. എന്നാലേ അതൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കും. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പല കമ്പനികളിലും മിഡ് സൈസും കോർപ്പറേറ്റ്സും അങ്ങനെയുള്ള പല കമ്പനികളിലും ഡാറ്റ എടുത്തിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഈ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ ഒരു കോർപ്പറേറ്റ് കമ്പനികളുടെ കൾച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺസ് അഗൈൻ ഈ വേൾഡിൽ ഒരു കമ്പനികളും 100% സാറ്റിസ്ഫൈഡോ അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരു കമ്പനി പോലും ഇല്ല. ഓക്കെ, എല്ലാവർക്കും പ്രശ്നങ്ങളും ഉണ്ട്. അതിനവർ ഐ മീൻ വേൾഡ് ഈസ് മൂവിങ് ഓൺ. ഓക്കെ, അപ്പോൾ അതിന് പ്രശ്നങ്ങളുണ്ടാവും. അതിന് സോൾവ് ചെയ്യാൻ പല എന്താ പറയുക ഐഡിയാസും അല്ലെങ്കിൽ സൊല്യൂഷൻസും അവർ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ, ഓക്കെ, ഇസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് കമ്പനി ഇൻ ദ വേൾഡ്.
അപ്പോൾ അവര് നോക്കുകയാണെങ്കിൽ എംപ്ലോയീസ് എല്ലാം എന്താ പറയാ നോൺ ഫോർ അവരെ ഫോക്കസ്ഡ് വർക്ക് കൾച്ചർ ആൻഡ് നല്ല ബെനിഫിറ്റ്സ് ഉണ്ട് അവിടെ കമ്പനിയിൽ. ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ആണ്. കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ട്. ദെൻ ഹെൽത്ത് വെൽനസ് ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ഗൂഗിളിൽ ജോലി കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കൈൻഡ് ഓഫ് ഓക്കെ വെരി ഗുഡ് എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ് ടു ഗ്രോ ദ ബിസിനസ്. ഓക്കെ, സോ സെയിം വേ ആമസോൺ എന്ന് പറഞ്ഞ കമ്പനിയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മിക്സഡ് റിവ്യൂ ആണ് അവിടുത്തെ എംപ്ലോയീസിന്. കാരണം ഈ എടുത്ത് നോക്കിയോടെ ഒരു കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു. ഓക്കെ, അവിടുത്തെ ഒരു വർക്കിംഗ് കൾച്ചറിനെ കുറിച്ചിട്ട് കുറെ ന്യൂസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി ഫോർ ദ വെയർ ഹൗസസ്. അവിടെ കുറെ ലൈക്ക് ഇതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ കൺസിഡർ ചെയ്യാണ്ട് അവർക്ക് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു മിക്സഡ് റിവ്യൂ അവിടെ വന്നത്. ദെൻ അഗൈൻ ആപ്പിൾ $1 trillion ബിസിനസ് നടക്കുന്ന കമ്പനിയാണ്. അഗൈൻ അവിടെ ഓക്കെ, സോ 90% ആൾക്കാർ അവിടെ ഹാപ്പിയാണ്. പക്ഷെ അത് അഗൈൻ കുറച്ച് ആൾക്കാർ അവിടെ പറയുന്നത് വെച്ചാൽ ഓവർ സ്ട്രെസ്ഡ് ആണ്. കാരണം ഓക്കെ, ഓഫ് കോഴ്സ്, കാരണം നമുക്കറിയാം ട്രില്യൺസ് ബിസിനസ് നടക്കുന്ന കമ്പനി ഇപ്പോഴും നമ്മളൊരു ആപ്പിൾ ഫോൺ മേടിക്കാനില്ല. ഇപ്പോൾ ഒരു 1.5 ലക്ഷത്തിന്റെ നമ്മൾ മേടിക്കുന്ന ഐഫോണിൽ ഇപ്പോഴും ഫസ്റ്റ് ഐഫോൺ മേടിക്കുമ്പോൾ അതിൽ ചെറുതല്ല പല കംപ്ലൈൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും ക്വാളിറ്റി, അത്രയും ട്രില്യൻസ് ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഹൗ ടു റിസോൾവ് ഇറ്റ്? ഓക്കെ, ആപ്പിളിൽ നമ്മൾ മേടിച്ചാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് അറിയാം, ഓക്കെ അവരത് റിസോൾവ് ചെയ്ത് തരും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സാംസങ്ങിന്റെ ഇത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ കുറെ ഫോണിൽ നമ്മളിപ്പോ മറ്റേ ലൈൻസ് വരുന്നുണ്ട്. അപ്പൊ അതൊരു ക്വാളിറ്റി ഇഷ്യൂ ആണ്. അപ്പൊ അത് അവർക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഹൗ ടു റിസോൾവ് ദാറ്റ്? ഓക്കെ, എത്ര വേഗത്തിൽ അത് സോൾവ് ചെയ്യുന്നു, അതെങ്ങനെ അവര് ആ കമ്പനി അല്ലെങ്കിൽ ആ സർവീസ് ക്ലയന്റിനെ എങ്ങനെ അവര് അതിനെ സമീപിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ കമ്പനികൾ മുന്നോട്ട് പോകും. ഓക്കെ, എന്നാൽ മൈക്രോസോഫ്റ്റ് അഗൈൻ നല്ല റിവ്യൂ ആണ്, സപ്പോർട്ടീവ് ആണ്. നേരത്തെ പറഞ്ഞ സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ട്, എന്താ പറയാ നല്ല ബെനിഫിഷ്യറി, ലൈക്ക് എന്താ പറയുക സാലറി, ഫിനാൻഷ്യലി എല്ലാം നമുക്ക് കൊടുക്കുന്നുണ്ട്. ബട്ട് റീസെന്റ് അവിടെയുള്ള ഒരു എല്ലാ എംപ്ലോയീസിനും ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ ജോലി പോകുന്നുള്ള ഒരു കൺസേൺ ഉണ്ട്. കാരണം എസ്പെഷ്യലി AI അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി പൊതുവെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളിങ്ങനെ പുതിയ ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി അറിയാൻ പുതിയതായിട്ട് നമ്മൾ പഠിക്കാത്ത ആൾക്കാരെ അവർ പറഞ്ഞു വിടുന്നത്. ഈവൻ മൈക്രോസോഫ്റ്റ് മാത്രമല്ല പല കമ്പനികളും ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടുത്തെ എംപ്ലോയീസിന് എസ്പെഷ്യലി അവർക്ക് അങ്ങനത്തെ ഒരു ഫിയർ ഉണ്ട്. ഓക്കെ, സോ ഇനി ഏതെങ്കിലും കമ്പനിയെ കുറിച്ച് അറിയണം? ആർട്ടിസ്റ്റിനെ കുറിച്ച് അറിയണം? ഓക്കെ, സോ ബിഫോർ മൂവിങ് ടു എന്താ ആർട്ടിസ്റ്റിനെ കുറിച്ചിട്ട് വേണ്ട. ഓക്കെ, സോ നമ്മളെപ്പോഴും ആർട്ടിസ്റ്റിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും നല്ലത് പറയിപ്പിക്കുക എന്നുള്ളൊരു അങ്ങനെ ഒരു ഫീഡ്ബാക്ക് എനിക്കുണ്ട്. ഓക്കെ ഓക്കെ, സോ ആർട്ടിസ്റ്റിന്റെ ഓക്കെ, സോ അഗൈൻ നമ്മൾ ഫീഡ്ബാക്ക് ആണ്, ബേസ്ഡ് ഓൺ ദ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓക്കെ, പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. സോ ബേസ്ഡ് ഓൺ ദ HR കിട്ടിയുള്ള ഫീഡ്ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പ്രോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ലൈഫ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്, പ്രശ്നമൊന്നും ഇല്ലാതെ പൊതുവെ പറയുന്നുണ്ട്. ഓക്കെ, കോൺസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഓക്കെ, കാരണം കുറെ നമ്മുടെ സീനിയർ ലീഡർഷിപ്പ് വർക്ക് ഫ്രം ഹോം ആണ്. അപ്പൊ പലർക്കും എസ്പെഷ്യലി ലൈക്ക് ന്യൂ കമ്മേഴ്സ് അവർക്ക് വർക്ക് മനസ്സിലാവില്ല. അപ്പൊ ആ പ്രഷറിനുള്ളിൽ വിത്തിന്റെ ടൈം പീരീഡിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ എന്താ പറയാ പറയാനും പറ്റുന്നില്ല എന്ന് കൊടുക്കുകയും വേണം. അങ്ങനെയുള്ള പ്രഷർ പലർക്കും ഉണ്ടായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള രണ്ട് പ്രോസ് ആൻഡ് കോൺസ് പറയാനുള്ളത്. ദെൻ ആർട്ടിസ്റ്റിന് കുറെ പേര് റിസൈൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ഒരു ലൈക്ക് എക്സിറ്റ് ഇന്റർവ്യൂ കുറച്ച് പേര് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ റീസൺ ഫോർ ലീവിംഗ് എന്ന് പറയുന്നത് മെജോറിറ്റി ലൈക്ക് അവർ കരിയർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇപ്പോൾ കുറെ പേര് റീലൊക്കേഷൻ ആണ്. ലൈക്ക് ഇപ്പോൾ പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളതാണ് മെജോറിറ്റി, ഒരു 90% ആൾക്കാരും പോയിട്ടുള്ളത്. വിത്തിൻ അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ കേരളത്തിൽ തന്നെ ഇവിടുന്ന് മാറി വേറൊരു കമ്പനിയിലേക്ക് പോയത് ഒരു 1% താഴെയാണ് പോയിട്ടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അവർ പേഴ്സണൽ റീസൺ ലൈക്ക് എന്താ പറയാ അവർ വീടിന്റെ അടുത്തുള്ള ഒരു കമ്പനി അങ്ങനെ 1-2 പേരെ പോയിട്ടുള്ളൂ. അതർവൈസ് എല്ലാം ഇങ്ങനെയുള്ള ഒരു റീസൺ കൊണ്ടാണ് മൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അഗൈൻ നമ്മൾ പാർട്ട് ഓഫ് ദാറ്റ് അഗൈൻ നമ്മുടെ ഈ കമ്പനിയുടെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഇതൊരു ഓസ്ട്രേലിയൻ കമ്പനി അല്ലെങ്കിൽ ഒരു മൾട്ടി നാഷണൽ കമ്പനി സെറ്റ് ചെയ്തുള്ള വർക്ക് ഫ്ലോ കൾച്ചർ അതിന്റെ ബേസിസിലാണ് നമ്മൾ നമ്മുടെ കൾച്ചർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് കുറെ ഡീവിയേഷൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബേസ്ഡ് ഓൺ എന്താ പറയാ ഓരോ പ്രാവശ്യം ഫീഡ്ബാക്ക് കിട്ടുമ്പോഴും എല്ലാ എംപ്ലോയീസിനും നമ്മൾ റെഗുലർലി നമ്മൾ ഫീഡ്ബാക്സ് എടുക്കാറുണ്ട്. സോ അതിന്റെ പാർട്ടായിട്ട് എവിടെയൊക്കെ മാറ്റം വരുത്താൻ പറ്റുന്നുണ്ട് അതെല്ലാം നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. Okay, so winding up,
എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് എല്ലാവരും മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ഓക്കെ റെസ്പോൺസിബിലിറ്റീസ്, വർക്ക് കൾച്ചർ ആൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസീസ്. പ്രൊസീജിയർ പോളിസീസും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോ ഇൻക്ലൂഡിങ് എംപ്ലോയർ എംപ്ലോയീസ് എല്ലാവരും റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അത് ഇംപ്ലിമെന്റ് പ്രൊസീജിയർ പോളിസി, അതല്ലെങ്കിൽ അത് ഒബേ ചെയ്യാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. ഓക്കെ, എന്നാലേ അല്ലെങ്കിൽ ഒരാൾ സേഫ് ഫോർ എക്സാമ്പിൾ നമ്മൾ വർക്കിംഗ് ടൈം എല്ലാവരും 7 മണിക്ക് വരണമെന്നാണ്. അപ്പോ 5 പേരും 10 പേരുള്ള കമ്പനിയിൽ 5 പേരും 7 മണിക്ക് വന്നു, 5 പേര് 7:30 വന്നു. അപ്പോ നമ്മൾ പറഞ്ഞ പോളിസി നമ്മൾ 7 മണിക്ക് വെച്ചു. അപ്പൊ 7:30 വരുന്നവരെല്ലാവരും മിടുക്കന്മാരും 7 മണിക്ക് വരുന്നവരെല്ലാവരും മാന്യന്മാർ, അങ്ങനെ ഉള്ളൊരു പാർഷ്യാലിറ്റി വരും. അതുകൊണ്ടാണ് ഒരു കമ്പനിയിൽ എപ്പോഴും നമ്മളൊരു പോളിസി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോ സോ വി ഓൾവേസ് നീഡ് ടു ഫോളോ ദ പോളിസീസ്. ഓക്കെ, അക്കൗണ്ടബിലിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും അക്കൗണ്ടബിൾ ആണ്, എംപ്ലോയീസ് ആൻഡ് എംപ്ലോയർ. ഓക്കെ, എംപ്ലോയർ അക്കൗണ്ടബിൾ ആയതുകൊണ്ടാണ് എംപ്ലോയീസിന് അവർക്ക് ആ ഫിനാൻഷ്യലി ആ കമ്പനി ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, എന്നാലേ കറക്റ്റ് സമയത്ത് സാലറി കൊടുക്കാൻ പറ്റുള്ളൂ. എംപ്ലോയീസ് വർക്ക് ചെയ്താലേ എംപ്ലോയർക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടായിരിക്കും. സോ ബോത്ത് സൈഡ് ദേ ആർ അക്കൗണ്ടബിൾ. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഫീഡ്ബാക്കും എന്തൊക്കെ പ്രശ്നങ്ങളായാലും ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പലരും ലൈക്ക് എന്താ പറയാ പല കമ്പനികളിലും പൊളിറ്റിക്സ് നമ്മൾ കേട്ടിട്ടുണ്ട്, ലുങ്കി ന്യൂസ് കേട്ടിട്ടുണ്ട്. ദെൻ നമ്മളിപ്പോ ഗൾഫിൽ വർക്ക് ചെയ്യാൻ മലയാളി മാഫിയ എന്ന് പറയും, മലബാറി മാഫിയ എന്ന് പറയും. ഓക്കെ, അപ്പൊ അങ്ങനെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് കറക്റ്റ് ബാക്കിൽ എന്നൊരു വർത്താനം പറഞ്ഞിട്ട് അപ്പൊ അത് കൂടുതൽ പൊളിറ്റിക്സിലേക്ക് പോകും. അപ്പൊ അങ്ങനെ കമ്പനിക്ക് പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. സോ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ കമ്പനി. Then again develop new skills. ഓക്കെ, കാരണം എപ്പോഴും നമ്മൾ നമ്മുടെ പുതിയ ഇൻഡസ്ട്രിയിൽ വരുന്ന പുതിയ സ്കില്ലും അല്ലെങ്കിൽ എന്തൊക്കെയാണ് പുതിയ ടെക്നോളജീസ് വട്ടെവർ ഇറ്റ് ഈസ് ഓക്കെ നമ്മളെപ്പോഴും കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അതിന് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എംപ്ലോയി ആൻഡ് എംപ്ലോയർ, സോ കരിയർ ഡെവലപ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എനി കമ്പനീസ്. അഗൈൻ ഓപ്പൺ ഫീഡ്ബാക്ക്, അതായത് എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പറയുന്നത് ഓപ്പൺ ആയിട്ട് അങ്ങോട്ട് എംപ്ലോയിനെ കുറിച്ചിട്ടും എംപ്ലോയറിനെ കുറിച്ചിട്ടും 360 ഫീഡ്ബാക്സ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ലൈക്ക് അത് ഒരാളെ ഇപ്പോൾ അവനെന്ത് തോന്നും ഇവനെന്ത് തോന്നും എന്നുള്ള രീതിയിലല്ല. ഷുഡ് ബി ഓൾവേസ് അത് ക്രിറ്റിസിസം ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് വി നീഡ് ടു ഗിവ് ദ കറക്റ്റ് ഫീഡ്ബാക്ക് ടു. Okay, then the last one is the important one. Okay, full appreciation is and the regular salary, incentives and bonus. Okay, കാരണം നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത് മണിക്ക് വേണം. പക്ഷെ ഓക്കെ ഫോർ പേഴ്സണലി മണി ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതൊരു സെർട്ടൻ പോയിന്റിലേക്ക് ഒരു ലൈഫിന്റെ സെർട്ടൻ പോയിന്റിലേക്ക് നമ്മൾ മനസ്സിലാക്കും ഓക്കെ മണി ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് നമുക്ക് ടാലന്റും നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ നമ്മളെ തേടി മണി വരുന്ന അവസ്ഥയിലേക്ക് വരും. ഓക്കെ, സോ അത്രയും നാളെ നമ്മൾ വിചാരിക്കും നമ്മൾ മണിയുടെ പിന്നാലെ പോകും. പക്ഷെ ആ പോയിന്റിലേക്ക് എത്തുന്നവരെ ഞാൻ പറയുന്നത് എപ്പോഴും എനിക്ക് പൈസ ഉണ്ടായ കാരണമാണ് ഞാൻ പറയുന്നത് ബാക്കിയുള്ളവർ വിചാരിക്കും. പക്ഷെ ആ പോയിന്റിൽ എത്തുന്നവരെ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. അത് എല്ലാ കാര്യങ്ങളും തന്നെ. കല്യാണം കഴിക്കരുത്, കല്യാണം കഴിച്ച് എന്താ പറയാ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പറയും കല്യാണം കഴിഞ്ഞ ആള് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞോ കഴിച്ചല്ലോ എന്ന് പറയും. ഓക്കെ, അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ റെസ്പോൺസിബിലിറ്റീസ് ആടി ഓക്കെ അത് എല്ലാത്തിനും അതിന്റെ സുഖം നിൽക്കുന്നുണ്ട്. പക്ഷേ മണി ഈസ് നോട്ട് എനിത്തിങ്. ഓക്കെ, മണി എല്ലാവരും പറയും മണി ഉണ്ടെങ്കിൽ എല്ലാം ബൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ബട്ട് ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. പേഴ്സണൽ അഭിപ്രായമാണ്. ഓക്കെ, അത് നിങ്ങൾ അഗൈൻ ജീവിതത്തിന്റെ ഏതെങ്കിലും പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. സോ ബട്ട് എക്സ്പീരിയൻസ് ഓക്കെ നിങ്ങളുടെ ടാലന്റഡ് ഒരു എക്സ്പീരിയൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ മണി വിൽ ഫോളോ ചെയ്യും. ഓക്കെ, ഡെഫിനറ്റ്ലി. സോ ദാറ്റ്സ് ഫ്രം മീ. സോ എനി ക്വസ്റ്റ്യൻസ് ഓർ എനിത്തിങ്? What is the time now? Prasad random place both the roles. Employee and employer. Which one is that? Employee is always. Expected. So there's a lot of give them freedom. Okay. So even now, so വളരെ ഒക്കെ ഇപ്പോൾ 4 കൊല്ലമായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇപ്പോൾ പല ഫീഡ്ബാക്സും ഇതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ഞാൻ ചിരിക്കുന്നത്, ഞാൻ നടക്കുന്നത്, ഞാനൊരാളോട് ചായ കുടിക്കാൻ പോകുന്നത്, ഞാനൊരാളോട് ഹായ് പറയുന്നതിനുള്ള ഇത് കൂടും കുറയുന്നതനുസരിച്ച് ഇതൊക്കെ ആൾക്കാർ നോട്ടീസ് ചെയ്യും. ആൾക്കാർ അതിനെ ക്രിട്ടിസൈസ് അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ആ ഹായ് ചിരിക്കലിൽ കുറച്ച് കുറഞ്ഞ ആൾക്കാർ വേറെ ഇതിൽ വിചാരിക്കും. സോ അല്ലെങ്കിൽ ഇപ്പൊ എംപ്ലോയി നമുക്ക് ആരെ കുറിച്ചും ഗോസിപ്പ് പറയാം എന്ന് പറയാം ആരും വിചാരിക്കും. ബട്ട് ഫോർ മീ പേഴ്സണലി ഞാൻ ആദ്യത്തെ 2 കൊല്ലം ഞാൻ അങ്ങനെ വിചാരിക്കും. കാരണം
ഓഫ് കോഴ്സ് ഞാൻ റിസ്ക് എടുക്കുകയാണ്, ഞാൻ പോയി റിസ്ക് എടുക്കുകയാണ്. ഒരു കമ്പനി പോയി ഒരു 10-15 എംപ്ലോയീസ് ഉണ്ട്, അപ്പൊ അവർ നമ്മുടെ ടേക്ക് ഓവർ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയാ ഒരു റിസ്ക് എടുക്കുകയാണെന്ന്. അന്ന് നമ്മൾ പലരോട് ചോദിച്ചിരുന്നു നിങ്ങൾ കൂടി ഉണ്ടോ ഞങ്ങളുടെ കൂടെ എന്നുള്ളത്. പലർക്കും ഒരു പാതി മനസ്സായിരുന്നു. നമ്മൾ റിസ്ക് എടുത്തു. അപ്പൊ ആദ്യത്തെ 1-2 കൊല്ലം അങ്ങനെയുള്ള, കാരണം സ്റ്റാഫ് പോലെ തന്നെയാണ് നമ്മൾ ഈ കമ്പനിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പല ഫീഡ്ബാക്സ് എടുത്ത് നോക്കുമ്പോൾ ഓക്കെ അതാ ക്രിട്ടിസൈസ് ചെയ്യാൻ പലരും അങ്ങനെ. ഇപ്പോ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഉള്ളപ്പോഴും അങ്ങനെ തന്നെ. അപ്പൊ നമ്മളിപ്പോ ജോൺ ഫെർഗൂസൺ അല്ലെങ്കിൽ ഗ്രാം റോക്സൺ, ഗ്രാം സിഇഒ ജോൺ ഫെർഗൂസൺ വാസ് മാനേജിംഗ് ഡയറക്ടർ. സോ അവര് ഒരാളുടെ സൈഡിൽ വന്ന ഒരാളുടെ സംസാരിക്കുമ്പോൾ ഈസ് ഫേവറേറ്റ് ഫീൽ എന്നുള്ള രീതിയിൽ ആസ് എൻ എംപ്ലോയി വിത്ത്. അപ്പോൾ ആ ഫ്രീഡം ഓഫ് കോഴ്സ് ലോസ്. നേരത്തെ പറഞ്ഞു എംപ്ലോയി പെർസ്പെക്റ്റീവിൽ പറഞ്ഞു. സോ യു പ്രിഫേർഡ് എംപ്ലോയി. അതിനൊരു 3 റീസൺസ് എന്തുകൊണ്ടാണ്? നമ്പർ ഓഫ് ഒന്നല്ല, ഞാൻ പറഞ്ഞല്ലോ ഫ്രീഡം. ഓക്കെ, ഫസ്റ്റ് ഫ്രീഡം ഫ്രീഡം, ഫിനാൻഷ്യൽ ഫ്രീഡം, പലതരത്തിലുള്ള ഫ്രീഡം ഉണ്ട്. ഫ്രീഡം എംപ്ലോയർക്കുണ്ട് ഇല്ലല്ലോ. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. ഓക്കെ, സോ വൺസ് യു ആർ എൻ എംപ്ലോയർ, അതായത് ഇപ്പൊ എനിക്ക് ലീവ് എടുക്കണം വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ലീവ് എടുക്കാം. ഓക്കെ, എനിക്ക് എപ്പോഴാണെങ്കിലും എനിക്കിപ്പോൾ കമ്പനി ആരും ചോദിക്കാനല്ലോ പറയാനല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ക്ലയന്റ് ഞാൻ പോകുന്ന വഴിക്ക് 5 മിനിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ക്ലയന്റ് വിളിക്കാം. അല്ലെങ്കിൽ ഞാൻ ഉറങ്ങുന്ന സമയം കാലത്ത് ഇപ്പൊ ഓസ്ട്രേലിയൻ ടൈമാണ്, എനിക്ക് 4:30 കോൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ദാറ്റ്സ് ദ ഫ്രീഡം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ തിരിച്ചാൽ ഓക്കെ നിങ്ങൾക്ക് കാലത്ത് തന്നെ എനിക്ക് റിസൈൻ ലെറ്റർ എടുത്ത് കൊടുക്കണം. ആസ് എൻ എംപ്ലോയി ആക്കിയത് അപ്പൊ ദാറ്റ്സ് ദ ലിമിറ്റ് ഓഫ് ഫ്രീഡം. ഓക്കെ, ഡിസൈഡ് ചെയ്തു. ഓക്കെ, ഞാൻ പറയാൻ വിട്ടുപോയിട്ടൊന്നുമല്ല, സ്ലൈഡിലുണ്ടായിരുന്നു എന്നെ കുറിച്ച്. ആക്ച്വലി ആദ്യത്തിന്റെ പാർട്ടായിട്ട് ഞാൻ ദുബായിൽ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, വൃത്തം എന്ന് പറഞ്ഞിട്ട്. സോ ഫൺ. ഓക്കെ, സോ എന്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് 2-3 ഫ്രണ്ട്സും കൂടി നമ്മൾ തുടങ്ങിയ കമ്പനിയാണ്. സോ ബിം കൺസൾട്ടൻസി. ഓക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഓക്കെ ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റാണ് ഞങ്ങൾ ടൂർ പോകണം, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഓക്കെ, സോ കമ്പനി നമ്മൾ ഒഫീഷ്യലി ക്ലോസ് ചെയ്തു ലൈക്ക് 1 ഇയർ ബാക്ക്. അപ്പൊ അതിൽ നിന്ന് ഞങ്ങള് 2 ടൂർ പോയി. ഓക്കെ, പോയി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഓക്കെ ആക്സെപ്റ്റ് യുവർ ക്വസ്റ്റ്യൻ. ഓക്കെ, അവിടെ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിനപ്പുറത്തുള്ള പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാമല്ലോ അവിടെ കമ്പനി തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടാണെന്ന് നമ്മളെ ചീറ്റ് ചെയ്തല്ലോ മിഡിൽ ഈസ്റ്റിലത്തെ അവിടുത്തെ ഓഫീസിൽ നടത്തുക. പിന്നെ സാലറി കിട്ടാൻ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യലി അഷുറൻസ് ഉള്ള നമ്മൾ പോസിറ്റീവ് സൈഡ് മാത്രമേ കാണുള്ളൂ. റിസ്ക് കൂടുതലുള്ള ഒരു സെക്ടറാണ് അവിടെ. അപ്പൊ അവിടെ കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെ ആർഡിയസിന്റെ പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നത്. പേഴ്സണൽ ബേസിന് ഓക്കെ പേഴ്സണലും ഉണ്ട്. അപ്പോൾ അവിടെ ക്യാഷ് ഫ്ലോ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. കമ്പനി തുടങ്ങി കഴിഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇവിടെ എല്ലാ നിങ്ങൾക്ക് ഐ മീൻ 1-ാം തീയതിക്ക് മുമ്പ് നമ്മൾ സാലറി കൊടുക്കുന്നത് നമ്മുടെ ഒരു തീരുമാനം. നമ്മുടെ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോബർട്ട്സ് അല്ലെങ്കിൽ മൾട്ടിപ്ലക്സിന്റെ മാനേജ്മെന്റ് ഡിസിഷനാണ്. ഞങ്ങൾക്ക് 20-ാം തീയതി ആയിരുന്നു സാലറി, 10 ദിവസം മുമ്പായിരുന്നു സാലറി. ഇവൺ റോബർട്ട്സിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ ആർട്ടിസ്റ്റ് ആക്കിയപ്പോഴാണ് 10 ദിവസം പിന്നെ ആക്കിയത്. അതിന് 34 മുമ്പ് സാലറി കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു വിട്ടുവീഴ്ച ഉണ്ടാകാൻ പാടില്ല നമുക്ക് കമ്പനി, അല്ലെങ്കിൽ കമ്പനി കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഞാനിപ്പോൾ തീരുമാനിച്ചത്, സാലറി കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ദുബായിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഓക്കെ, that's the answer. ഓസ്ട്രേലിയ ഓൾറെഡി ഉണ്ട് നമുക്ക്. നമ്മൾ ആദ്യം ഓസ്ട്രേലിയ ഉണ്ട്. അവിടെ ഐ മീൻ ഓസ്ട്രേലിയയിൽ പോയിട്ട് നമ്മൾ സാലറി കൊടുത്ത് ബിസിനസ് ചെയ്യാറ് അവിടെ പ്രോഫിറ്റബിൾ അല്ലാത്തതുകൊണ്ടാണ് ബാക്ക് ഓഫീസ് എന്നുള്ള കോൺസെപ്റ്റിൽ കയറുന്നത്. ഓക്കെ, അപ്പോ അതുകൊണ്ടാണ് ഇവിടെ കയറുന്നത്. സെയിം മിഡിൽ ഈസ്റ്റ് അങ്ങനെ തന്നെയാണ്. മിഡിൽ ഈസ്റ്റിന്റെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണമെങ്കിൽ. ഇപ്പൊ തന്നെ നമുക്ക് എത്രയോ റിക്വയർമെന്റ്സ് വന്നു, ലൈക്ക് റിപ്ലൈമെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകാൻ. ഓക്കെ, ബട്ട് നിയർ ഫ്യൂച്ചർ വി ഹാവ് സംതിങ്, ബട്ട് ഇറ്റ്സ് നോട്ട് ദ വെന്യൂ ടു അനൗൺസ് ദാറ്റ്. ഓക്കെ, നിയർ ഫ്യൂച്ചറിൽ നമ്മൾ ഒരു കമ്പനി ആയിട്ട് നമ്മുടെ പാരന്റ് മുമ്പ് പറഞ്ഞിരുന്നു റോബർട്ട്സ്കോ ഈസ് ഗോയിങ് ടു റീലോഞ്ച് ഇൻ മിഡിൽ ഈസ്റ്റ്. ഓക്കെ, വിത്ത് ന്യൂ പാർട്ട്നേഴ്സ്. അപ്പോൾ അവര് ഓൾറെഡി ആർട്ടിസ്റ്റ് പ്രിഫർ പാടാനല്ല, നമ്മൾ തന്നെയാണ് അവർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു ബി എന്താ പറയാ ഒരു ഹൈബ്രിഡ് മോഡലിൽ നമ്മൾ അവിടെ ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.